സാനിയോ എങ്ങനെയാണ്? സാനിയുടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്ത്രീയുടെ ഫോൺ, മാധ്യമപ്രവർത്തക അവരുടെ ഫോൺ നോക്കിക്കൊണ്ട് അവരെന്താണ് ടൈപ്പ് ചെയ്യുന്നത് നോക്കുന്നു. നിങ്ങൾ വാർത്ത കൊടുക്കണ്ടെന്ന് പറയുന്നു. ഫോൺ പിടിച്ചു വലിക്കുന്നു, അസഭ്യം പറയുന്നു. ഒരു ആൾക്കൂട്ടം ചെയ്യുന്നതാണ് ഒരു സ്ത്രീയോട്, ഒരു മാധ്യമപ്രവർത്തകയോട്. നമ്മൾ ഇന്ന് എന്താണ് മറ്റൊരു വാർത്ത വായിച്ചത്? താലിബാൻ വനിതാ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിച്ചതിനെതിരെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണമാണ്. എന്താണ് ചെയ്യുന്നത്? വനിതകൾക്ക് എന്തുകൊണ്ട് അവിടെ പ്രവേശനമില്ല? ഇവിടെ വനിതാ മാധ്യമപ്രവർത്തകയെ അതേ പാർട്ടിയുടെ അണികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നുള്ളതാണ്. എന്ത് മോശമാണ്. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വരുന്നുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട DCC പ്രസിഡന്റ് നമ്മളോട് പ്രതികരിച്ചു, വളരെ വ്യക്തമായി പ്രതികരിച്ചു. DCC പ്രസിഡന്റ് പറഞ്ഞു അത് അപലപിക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹം കണ്ടിട്ടില്ല, അത് പാടില്ലാത്തായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ചില നേതാക്കൾ എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യില്ല എന്നാണ് പറയുന്നത്. കണ്ടിട്ടില്ല. നമ്മൾ രാവിലെ മുതൽ കൊടുക്കുന്ന വാർത്ത, ഇന്നലെ മുതൽ കൊടുക്കുന്ന വാർത്ത കാണാതെ ഇതിനെ ന്യായീകരിക്കുന്ന ചില നേതാക്കളും ടെലിഫോണിൽ വന്നിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് റിപ്പോർട്ടർ ചാനലിനെതിരെയല്ല കേട്ടോ. ഈ സൈബർ അണികൾ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അണികളല്ല കേട്ടോ, ചില നേതാക്കളുടെ അണികളാണ്. ഈ അണികൾ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമില്ല. ഇവർ വിയർത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല. ഇത് ചില നേതാക്കൾക്ക് വേണ്ടി ഒരുപക്ഷെ പൈസ വാങ്ങിയിട്ടാകാം, അത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലാകാം, അതല്ലെങ്കിൽ ഇങ്ങനെ അക്രമ സ്വഭാവത്തിലൂടെ ആകാം. അങ്ങനെ നടക്കുന്ന ഒരു സംഘമാണ്. ആ സംഘത്തിന്റെ മുഖമാണ് നമ്മളിപ്പോൾ കണ്ടത്.